നന്ദി. ഇന്ന് ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം. ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹനിമാന്റെ ജന്മദിനമാണ്. ആദ്യമായി ക്ഷമാപണം താഹ സാറിന് നടത്തുകയാണ്. 5 മിനിറ്റ് വൈകിയതിന്. അത് IFPHന് ശീലമുള്ള ഒരു പരിപാടിയല്ല. കാരണം ഹോമിയോപ്പതി എന്നുള്ള കൃത്യതയുടെ ശാസ്ത്രമാണ്. ദയവായി ക്ഷമിക്കുക. സമയത്തിന്റെ വില എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഷൈല ഡോക്ടർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ലോക ഹോമിയോപ്പതി ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ വിശേഷാൽ പരിപാടിയുടെ അധ്യക്ഷനായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് IFPHന്റെ തന്നെ ആദരണീയനായ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറാണ്. ഇന്നത്തെ ഈ വിശേഷാൽ പരിപാടിയിലേക്ക് IFPHന്റെ പേരിൽ വളരെ സ്നേഹപൂർവവും ആദരപൂർവവും സേഠ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ഈ വിശേഷാൽ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ താഹ സാറാണ്. സാറ് PMS ഡെന്റൽ കോളേജിന്റെ ചെയർമാനാണ്. കൂടാതെ അദ്ദേഹം ഹോമിയോപ്പതിക്ക് വേണ്ടി ഡെന്റൽ കോളേജിലൊരു വിഭാഗം തന്നെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഹോമിയോപ്പതിയോടുള്ള സ്നേഹവും ആഭിമുഖ്യവുമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഡോക്ടർ സാമുവൽ ഹനിമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തുവാനായി എത്തുന്നത് തികഞ്ഞ ഒരു ഹോമിയോപ്പതി സ്നേഹിയും റിട്ടയർഡ് അധ്യാപകനുമായിട്ടുള്ള ദാസ് പലേരി സാറാണ്. അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പറയുവാനായി എത്തുന്നത് റിട്ടയർഡ് DMO കൂടിയായിട്ടുള്ള ഡോക്ടർ മറിയാമ്മ ജോണാണ്. ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് തിരുവനന്തപുരത്ത് നമുക്കൊരു ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൂടാതെയാണ് ഇന്നത്തെ ഈ വിശേഷാൽ പ്രോഗ്രാം. ഇതിലെല്ലാം പങ്കെടുക്കുകയും ഇതെല്ലാം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഇന്നത്തെ മോഡറേറ്റർ കൂടിയായ ഡോക്ടർ മനോജിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സംഘടനയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ IFPHന്റെ ഡോക്ടർ ധനേഷ്, നമ്മുടെ ഹോമിയോപ്പതി സ്നേഹിയായ അബ്ദുൽ സലാം സാറ് തുടങ്ങി ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ഷൈല ഡോക്ടറെ. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്കായിട്ട് ആദരണീയനായ ശ്രീ താഹ സാറിനെ PMS ഡെന്റൽ കോളേജിൽ പോയി നോക്കിയാൽ അറിയാം താഹ സാർ എന്താണെന്നുള്ളത്. ഒരു വലിയ കാഴ്ചപ്പാടുള്ള ഒരു വലിയ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത സ്വന്തം കയ്യിൽ കൊണ്ടു നടക്കും പോലെ തന്നെ കൊണ്ടു നടന്ന താലോലിച്ച് വളർത്തുന്ന ഒരു മഹാമനുഷ്യനാണ് താഹ സാറെ. ആദരപൂർവ്വം സ്വാഗതം. അൺമ്യൂട്ട് ചെയ്യാം സാറേ. ഡോക്ടർ മനോജ്, ഡോക്ടർ ഇസ്മായിൽ സേഠ്, അങ്ങനെ വിശിഷ്ടാതിഥികളുടെ ഈ സാന്നിധ്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഹോമിയോപ്പതി ഡേ സെലിബ്രേഷന്റെ ഉദ്ഘാടനത്തിന് എന്നെ ഉദ്ഘാടകനാക്കി ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് ഇതിന്റെ ഓഫീസ് ബെയറേഴ്സിനൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് നമ്മള് ഡോക്ടർ ഷാമുൽ ഹനിമാന്റെ ബർത്ത്ഡേ ആണ്. അതാണ് നമ്മൾ ഹോമിയോപ്പതി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹോമിയോപ്പതിയില് ഉള്ള ഒരു പ്രിസിഷൻ ഇൻ പേഷ്യന്റ് മാനേജ്മെന്റ്, ഒരു പേഷ്യന്റിന്റെ ഫോക്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക, അങ്ങനെ അവരുടെ രോഗം പൂർണ്ണമായും മാറ്റിക്കൊടുക്കുക. ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിലും എൻ്റെ ഇതിൽ നിന്നും കൂടെ ഞാനിത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മെഡിക്കൽ വിഭാഗമാണ്. നമുക്കറിയാം, വളരെ അക്യൂട്ട് പ്രോബ്ലംസ്, വളരെ ഇതായിട്ടുള്ള ഇഷ്യൂസിന് ഒരു പക്ഷേ മോഡേൺ മെഡിസിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും, ഭയങ്കര അക്യൂട്ടായിട്ടുള്ള. പക്ഷെ അല്ലാതെയുള്ള ജനറൽ കാര്യങ്ങളിലെല്ലാം ഹോമിയോപ്പതി 99% പ്രോബ്ലംസിനെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അത് ഇന്നിപ്പോൾ ഹോമിയോപ്പതി വളരെ വികസിച്ചു. അതിന് റിസർച്ച് കൂടിയും മറ്റു കാര്യങ്ങളിൽ കൂടിയും വളരെയധികം വികസിച്ച് അതൊരു ഒരു
ലോകം മുഴുവൻ വളരെയധികം പിന്നെ പ്രശംസിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയായി വളർന്നു. അത് കാരണം ഇവിടെ രോഗികൾക്ക് വളരെ അധികം ചെലവില്ലാതെ വലിയ പ്രയാസങ്ങളില്ലാതെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നു. അപ്പോ ഞാന് എൻ്റെ ഹോമിയോപ്പതിയുമായിട്ടുള്ള ബന്ധം വരുന്നത് എനിക്ക് തോന്നുന്നു 1958, 59 കാലഘട്ടത്തിലാണ്. അന്ന് 5-6 വയസ്സുണ്ടായിരുന്ന എന്നെ എൻ്റെ ഫാദർ പിന്നെ ഒരു ഹോമിയോപ്പതി ഡോക്ടർ പേരൂർക്കടയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറുണ്ട്, അവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ അവിടെ കൊണ്ടുപോകും, അവിടെ നിന്നുള്ള ചികിത്സയാ. ആ കാലഘട്ടത്തിലൊന്നും ഒരു മോഡേൺ മെഡിസിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും നമ്മൾ പോയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഹോമിയോപ്പതി കൊണ്ട് തന്നെ അത്യാവശ്യം മിക്കവാറും എല്ലാ രോഗങ്ങളും പിന്നെ നമുക്ക് മാറുമായിരുന്നു. അങ്ങനെ അന്ന് മുതൽ തന്നെ നമുക്ക് ഹോമിയോപ്പതിയോടൊരു വളരെ നല്ല പിന്നെ ആദരവ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ നമ്മൾ വിദ്യാഭ്യാസവും മറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയപ്പോൾ അന്നത്തെ ഇതില് പിന്നെ മെഡിക്കൽ പ്രൊഫഷനിൽ പോകാനുള്ള ഒരു ഇതുണ്ടായി. അങ്ങനെ വന്നു, ഡെന്റലിലായി, പ്രാക്ടീഷണറായി. അത് കഴിഞ്ഞ് ഇതൊക്കെ വന്നു. നമ്മുടെ ഫീൽഡ് ഓറൽ ഹെൽത്ത് കെയർ ഏരിയയിലേക്കാണ് എന്നെ ദൈവം നിശ്ചയിച്ചത്. ആ ദൈവനിശ്ചയപ്രകാരം ഞാൻ ആ ഏരിയയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ഹോമിയോപ്പതിയിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രിസിഷൻ ആൻഡ് ആക്യുറസി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ആ പ്രിൻസിപ്പിള് ഈവൻ ഓറൽ ഹെൽത്ത് കെയറിലും വളരെ ഇതായിട്ട് ഷാർപ്പായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ PMS കോളേജിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഒരു ഹോമിയോ ക്ലിനിക്ക് നമ്മുടെ കോളേജിൽ തുടങ്ങി. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻ ഓറൽ ഹെൽത്ത് കെയറിൽ എങ്ങനെയാണ് അതിൻ്റെ എഫിക്കസിയെ കുറിച്ചുള്ള ഒരു റിസർച്ചും മറ്റു കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു പിന്നെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള റിസർച്ച് ലാബ് ഉള്ളത് കാരണം അതിൻ്റെ പാർട്ടായിട്ട് ഇത് ചെയ്യുമ്പോൾ അത് ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് വളരെയധികം പിന്നെ സഹായിക്കും. എനിക്ക് അതിനോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ഫീൽഡാണ്. ഞാനിവിടെ 25 വർഷം മുമ്പ് അബുദാബിയിൽ ആരും തുടങ്ങാതിരുന്ന സമയത്ത് ആദ്യമായിട്ട് ഹോമിയോപ്പതി ക്ലിനിക്ക് പ്രൈവറ്റായിട്ട് തുടങ്ങിയത് ഇവിടെ അബുദാബിയിലെ എൻ്റെ മെഡിക്കൽ സെന്ററിൽ. അവിടെ ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെ പിന്നെ നേതൃത്വത്തിൽ ആ ക്ലിനിക്ക് അത് ഇന്നും വളരെ പ്രശസ്തമായ രീതിയിൽ നടക്കുന്നു. സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു എന്താ പറയുക, കമ്മിറ്റഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് പേഴ്സണാലിറ്റിയായി. അദ്ദേഹം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കഴിഞ്ഞു, ഇവിടെ വന്ന് പ്രാക്ടീസ് തുടങ്ങി, നാട്ടിൽ ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ PG എടുത്തു, അത് കഴിഞ്ഞ് PhD എടുത്തു. അങ്ങനെ പുള്ളി 24 hours പ്രൊഫഷന്റെ പുറകെ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ അസോസിയേഷൻ വളരെ നല്ലൊരു ആദരവൊക്കെ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തിന് അത് ഡിസേർവിംഗ് ആണ്. അങ്ങനെ ഇന്നിപ്പോ ഒരു പ്രത്യേകത ഉള്ള ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ വട്ടപ്പാറ ഒരു ഹോസ്പിറ്റലുണ്ട്, സാഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. ആ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്ന് വൈകിട്ട് ഒരു ഹോമിയോപ്പതി വിങ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഹോമിയോപ്പതി പിന്നെ ക്ലിനിക്കുകൾ നടത്തി. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഈ ഹോമിയോപ്പതിയുടെ എഫിക്കസിയെ കുറിച്ചും അതിൻ്റെ ഇതുകൊണ്ടും സിമ്പിളായിട്ട് നമ്മുടെ പല അസുഖങ്ങളും മാറ്റാൻ സാധിക്കുമെന്നുള്ള സാധിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി. അപ്പൊ അതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കൊക്കെ എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നല്ല ഒരു സ്നേഹത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും പിന്നെ സന്തോഷകരമായ ഒരു ഹോമിയോപ്പതി ഡേ ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടറെ അറിയാവോ, ഓർമ്മയുണ്ടോ? എന്നെ എങ്ങനെ പരിചയപ്പെട്ടത്? ഡോക്ടർ ഇസ്മായിൽ സേട്ടിനെ കുറിച്ച് ഞാൻ കോഴിക്കോടിലെ അവിടുത്തെ ഡെന്റിസ്റ്റുമാർക്കെല്ലാം പല്ലിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഡോക്ടർ ഇസ്മായിൽ സേട്ട് പ്രധാന ഒരാളാ. പിന്നെ ഡോക്ടർ ഇസ്മായിൽ സേട്ട് അബുദാബിയിൽ ഉണ്ടായിരുന്നു കുറച്ചു കാലം. ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇവിടെ കുറെ കാലം സെർവ് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടും അതിനുശേഷം കുറെ കാലമായി
അതെ, ഒരേ ബിൽഡിങ്ങിലല്ലേ? അതെ 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 അതാ ഞാൻ ഓർക്കുന്നത്. അതെ. സാറ് ഉദ്ഘാടനത്തിന്റെ കാര്യം സാറേ ആ അതെ പറഞ്ഞ അല്ല, ഇത്രയും ഇത് പറഞ്ഞുകൊണ്ട് ഈ പിന്നെ ഹോമിയോപ്പതിക് ഡേ സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാറേ. അപ്പൊ ഇതിനപ്പുറം നമുക്ക് എന്താ കിട്ടാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ 10 കിട്ടേണ്ട ഏറ്റവും നല്ല സമ്മാനം തന്നെ സാറിന്റെ വാക്കുകൾ. വളരെ സന്തോഷം. ഞാൻ അവിടെ വട്ടപ്പാറ അങ്ങയുടെ ക്ലിനിക്കിൽ വന്നിരുന്നു. ഡോക്ടർ സന്തോഷിന്റെ അടുത്ത സുഹൃത്താണ്, ആത്മമിത്രമാണ്. മാത്രമല്ല ഡോക്ടർ സന്തോഷിന്റെ ക്ലിനിക്കിന് NABH സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഹോമിയോപ്പതി ക്ലിനിക്കിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലിനിക്കിന് NABH കിട്ടുന്നത്. അത് ഡോക്ടർ സന്തോഷിന് കിട്ടിയിട്ടുണ്ട്. അത് ആ സന്തോഷ വാർത്തകൾ അറിയിക്കുന്നു. ഇനി അധ്യക്ഷ പ്രസംഗമാണ് നമ്മുടെ സർവാദരണീയനായ സെനറ്റ് സാറിന് ക്ഷണിക്കും. സാർ പ്ലീസ്. കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള തന്നെയാണ്. ഡോക്ടർ താഹ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ മുമ്പ് പോലെ അറിയാവുന്ന ഒരാളാണ്. ഹോമിയോപ്പതി ആദ്യമായിട്ട് UAE ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് ഈ പോസ്റ്റ് കിട്ടുമ്പോൾ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തപ്പോൾ അന്ന് അവരുടെ ബന്ധമാണ് ഡോക്ടർ താഹുമായിട്ട്. അപ്പം അധിക പ്രശ്നം കൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല, കാരണം ഹോമിയോപ്പതി ഇന്ന് വളരെയധികം പടർന്ന് പന്തിച്ചിരിക്കുകയാണ്. പഴയ പോലെ ഒന്നുമല്ല. വളരെയധികം അതിന്റെ ശ്രേഷ്ഠത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് തീവ്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമുക്കെല്ലാം സന്തോഷിക്കാം. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലെ കടപ്പുറത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഹോമിയോപ്പതി ഡോക്ടേഴ്സും സ്റ്റുഡൻസും ഒക്കെ വന്നിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഹനുമാൻ ഡേ ആഘോഷിക്കുമ്പോൾ ഇവിടെ വളരെയധികം ഹൃദയകരമായ ഒരു സംഭവമായിരുന്നു അത്. അതുപോലെ എല്ലായിടത്തും ആഘോഷിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹോമിയോപ്പതിയുടെ വളർച്ചയും തളർച്ചയും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് ഞാൻ. തളർച്ച ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ കാല് വെച്ചു പോകുന്ന പോലെ അന്ന് പോലെ ഹോമിയോപ്പതി വളർച്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സർക്കാരിൽ ജോലി ചെയ്യുമ്പോഴേ അന്ന് കേവലം 10-16 ഡിസ്പെൻസറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1000-ൽ മേളിൽ ഡിസ്പെൻസറി ആയി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസായി, കോളേജസായി. ആ കോളേജിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സന്ദർഭം കിട്ടി. കൂട്ടറായിട്ട് കയറി പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡായി. അതൊക്കെ ഒരു സൗഭാഗ്യമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ അതിനോടൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ പറയാനും അതിനുകൊണ്ട് ചിന്തിക്കാനൊക്കെ വളരെയധികം സന്തോഷമുള്ള ആളാണ് ഞാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി അടുത്തൊരു കാതിനും മനസ്സിനും കുളിർമയായ ഒരു വീഡിയോ കാണാം. കജിനി ഒന്ന് എല്ലാവരും ചെയ്തോ. ഓഡിയോ വരുന്നില്ല. പോകാതെ കഴിഞ്ഞു. ഹോമിയോപ്പതി, ഞാൻ ഹോമിയോപ്പതിയുടെ ട്രെയിനത്തോളം വെച്ച് പോകാതെ ഹോമിയോപ്പതി കഴിഞ്ഞു. ധാരാളം സ്ത്രീകളുടെ ജനശീലമായിട്ട് നേടിയെടുക്കാൻ അപ്പോ എനിക്ക് ഈ സ്നേഹത്തിന്റെ നന്ദിയുടെയും പേരില് ഒരു ഹോമിയോപ്പതിയുടെ ബന്ധു എന്നുള്ള ഹോമിയോപ്പതി രംഗത്ത് എല്ലാവരും ഡോക്ടേഴ്സിനും പേഷ്യൻസിനും രണ്ട് വാക്കുകളും എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും സൗഖ്യങ്ങളും ആരോഗ്യവും നന്ദി. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഇത് ഡോക്ടർ ബിന്ദു BR ആണ് ഇത് സംഘടിപ്പിച്ച് തന്നത്. ബിന്ദു BR മധുസാറിന്റെ പ്രിയപ്പെട്ട ഡോക്ടറാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോവുകയും കാണുകയും ചെയ്യാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് എന്ത് കണ്ടാലും നമ്മൾ ഹോമിയോപ്പതിക്ക് ഗുണത്തിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പോളിസി. അപ്പൊ കിട്ടി കൈയോടെ നമ്മൾ വീഡിയോ ആക്കി കാണിക്കുകയും ചെയ്യും. സന്തോഷം. ഡോക്ടർ ബിന്ദു BR പ്രത്യേകം നന്ദി. അപ്പൊ നമുക്കിനി ഹനുമാൻ അനുസ്മരണ പ്രഭാഷണമാണ്. ഒരു കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത്
ഹോമിയോപ്പതിയുടെ ഡോക്ടർ സണ്ണി ജേക്കബ് ലാസ്റ്റ് കുറച്ചുകൾ മുമ്പ് അദ്ദേഹം ഒരു വാക്ക് പറയുണ്ടായി, ആണ്ടിയെ കുറിച്ച് പറയേണ്ടത് ആണ്ടിയെ അല്ല എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ എന്ന് പറഞ്ഞാലോ ഹോമിയോ ഡോക്ടർമാരല്ല ഹോമിയോപ്പതി പറയേണ്ടത്, ഹോമിയോ ഡോക്ടർമാർ അല്ലാത്തവരാ പറയേണ്ടത്. അപ്പൊ അതിന് മാധുര്യം കൂടുള്ളൂ. കൃഷ്ണദാസ് സാറിനെ ക്ഷണിക്കും. സാർ പ്ലീസ്. ശരി, നമ്മൾ സ്വയം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ നമ്മളെ പറ്റി. അതെ സാറേ, അതാണ് നമ്മുടെ പോളിസി. ഓക്കെ സാർ പ്ലീസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയങ്കരനായ സേഠ് സാർ, ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട ഡോക്ടർമാരെ, ഇത്തവണ വളരെ സന്തോഷമുണ്ട്. കാരണം ഹോമിയോപ്പതിയുടെ വളരെ സംവിധാനമായിട്ട് ആഘോഷിക്കുന്നത് അത് മീഡിയ വഴിയും അതുപോലെ മറ്റെല്ലാ തരത്തിലും ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹോമിയോപ്പതിക്കുള്ള സ്വീകാര്യത കൂടിക്കൂടി വരുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം ഹനുമാന്റെ ഒരു അനുസ്മരണ ഭാഷണം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു ഡോക്യുമെന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചരിത്രപരമായ ഡോക്യുമെന്റാണ് അത്. ഫ്രഞ്ച് ചിന്തകനായ ഏണസ്റ്റ് ലെഗു, അദ്ദേഹം നാടകകൃത്തും ചിന്തകനുമാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോക്യുമെന്റായിട്ട്. ഫ്രഞ്ച് ഭാഷയിലാണത്. ദ റെസറക്ഷൻ ഓഫ് ചൈൽഡ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതായത് ഇത് നടന്നത് ഹനുമാന്റെ അവസാന കാലത്ത്, പ്രത്യേകിച്ച് അദ്ദേഹം 88-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അപ്പൊ ആ സമയത്ത് പാരീസിൽ അദ്ദേഹം ഒരു ക്ലിനിക്ക് തുടങ്ങി രോഗികളെ പരിശോധിച്ചിരുന്നു. വളരെ മികച്ച രീതിയിൽ അവിടെ ചികിത്സ നടത്തിയിരിക്കുന്ന ആ ഒരു കാലയളവിലാണ് ഇത് സംഭവിച്ചത്. അതായത് നമ്മുടെ ഈ കഥാനായകനായ, അതായത് ചിന്തകനായ ലഘുവിന്റെ 4 വയസ്സുള്ള മകള് അതീവ ഗുരുതരാവസ്ഥയിലായി, രോഗം വന്നിട്ട്. അപ്പൊ രോഗം എന്താണെന്ന് കണ്ടെത്താനോ അതുപോലെ ശരിയായ രീതിയിൽ ചികിത്സിക്കാനോ ആ സമയത്തല്ല മറ്റ് ചികിത്സാ രീതികൾ കഴിഞ്ഞില്ല. ഒടുവിൽ ഈ കുട്ടി മരിക്കാറായി എന്ന് വിധി എഴുതി കുട്ടിയുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ആർട്ടിസ്റ്റിനെ വരെ ഏർപ്പാടാക്കി. അപ്പൊ ആ സമയത്താണ് ഒരു സുഹൃത്ത്, ലഘുവിന്റെ ഒരു സുഹൃത്ത്, പാരീസിൽ ഹനുമാൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് നമുക്കത് പരീക്ഷിച്ചുകൂടാന്ന് ചോദിച്ചു. അപ്പൊ ലഘുവാകട്ടെ ഹോമിയോപ്പതി അങ്ങനെ വലിയ വിശ്വാസം ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. എങ്കിലും അദ്ദേഹം ഹനുമാനെ കാണുകയും അങ്ങനെ ഹനുമാനെ കുട്ടിയുടെ അടുത്തെത്തിക്കുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് ആ ഗ്രന്ഥത്തിൽ പറയുന്ന നല്ല തിരക്കുള്ള ഒരു വ്യക്തിയായിരുന്നു ഹനുമാൻ എന്നുള്ളതാണ്. അതായത് വളരെ ശ്രമിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഒരു അപ്പോയിന്റ്മെന്റ്, അതായത് കാണുവാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ ഏതായാലും ഹനുമാൻ ഈ കുട്ടിയുടെ അടുത്തെത്തുകയും അടുത്തെത്തിയ ഉടനെ അദ്ദേഹം ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. ഒന്ന്, അതുവരെയുള്ള എല്ലാ ചികിത്സയും നിർത്തിവെക്കാൻ. രണ്ടാമത്, ശുദ്ധജലം മാത്രം കൊടുക്കുക കുട്ടി. മൂന്നാമത് പറഞ്ഞ കാര്യങ്ങൾ, എനിക്കൊരു 3 ദിവസം നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ കുട്ടിയുടെ അടുത്ത് തന്നെ താമസിക്കുകയും 3 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം ഒരു പ്രത്യേക മരുന്ന് കുട്ടിക്ക് കൊടുത്തു. മരുന്ന് എന്താണെന്ന് ആ ഗ്രന്ഥത്തിൽ പറയുന്നില്ല. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 3-ാമത്തെ ദിവസം, ഈ മരുന്ന് കൊടുത്ത് 3-ാമത്തെ ദിവസം കുട്ടിയുടെ പൾസ് ശരിയാവുകയും കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത് ചരിത്രപരമായി രേഖപ്പെടുത്തിയ ഡോക്യുമെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ, ഈ ഏണസ്റ്റ് ഗൂവ് അങ്ങനെ അന്ധമായി ഹോമിയോപ്പതിയെ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. എന്നിട്ടും അദ്ദേഹം സാമുവൽ ഹനുമാന്റെ ആ രീതി, അദ്ദേഹം തന്റെ മകളുടെ രക്ഷകനായി വന്ന സംഭവം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഓർമ്മ രേഖപ്പെടുത്തുന്ന ചരിത്ര പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ ഒരു ഡോക്യുമെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതിൽ ചിലത് വ്യക്തമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചിലത് രേഖപ്പെടുത്താതെയും ഉണ്ട്. അപ്പൊ ഏതായാലും ഹനുമാന്റെ നമുക്കൊക്കെ അറിയാം, പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു നാൾ വഴികളുടെ, ആ മഹത്തായ ജീവിതത്തിന്റെ നാൾ വഴിയിലൂടെ ഒന്ന് കടന്നു പോകാം. വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഒരു നിർണായകമായ വ്യക്തിത്വമായി നമുക്ക് അദ്ദേഹത്തെ കാണാം. ഒരുപക്ഷെ അദ്ദേഹം അർഹിക്കുന്ന ഒരു സ്ഥാനം ചരിത്രത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, ഈ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യത്തിൽ, അതായത് ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കാര്യത്തിൽ ഇപ്പം ടെസ്ലയെ പോലെ ആളുകളുണ്ട്. അപ്പൊ എത്രയോ ആളുകൾ ഒരുപക്ഷെ മുഖ്യധാരയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇദ്ദേഹം വേണ്ട രീതിയിൽ നമ്മുടെ ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഇപ്പോഴടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ പല മഹത്തായ കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. ജർമ്മനിയിലെ സാക്സൺ നഗരത്തിനടുത്ത മീസൺ എന്ന് പറയുന്ന ചെറു ഗ്രാമത്തിലാണ്. അപ്പൊ അതൊരു വളരെ, പല ചരിത്രകാരന്മാരും ഈ ജന്മം പറയുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ഗ്രാമമായിട്ട് പറയുന്നുണ്ട്.
കലാകാരന്മാരുടെ ഗ്രാമം, അതുപോലെ രസതന്ത്രജ്ഞന്മാരുടെ ഗ്രാമം, വ്യവസായമുള്ള ഗ്രാമം, അങ്ങനെ പലതരത്തിലുള്ള ശാസ്ത്രവും കലയും ഒക്കെ സംഗമിക്കുന്ന ഒരു ഗ്രാമമായിട്ടാണ് ഈ മീസണെ വിശേഷിപ്പിച്ചത്. 1755 ഏപ്രിൽ 10 അദ്ദേഹത്തിന്റെ ഒരു ദരിദ്ര കുടുംബാംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു പെയിന്ററായിരുന്നു. ഹനുമാന്റെ കുട്ടിക്കാലം പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്ന്, അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനാണ്. ഏതാണ്ട് എല്ലാ ചരിത്രപരമായ രേഖകളും ഇത് കാണുന്നുണ്ട്. ബഹുഭാഷ എന്ന് പറയുമ്പോൾ സാധാരണ ഭാഷകൾ അല്ല, ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഗ്രീക്ക്, ലാറ്റിൻ, ഹിബ്രു, അറബിക്, ഇങ്ങനെ നിരവധി ഭാഷകളിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യം ഉള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുരാതന വൈദ്യശാസ്ത്രം പഠിക്കാൻ ഈ ഒരു അറിവ് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പരാധീനതകൾ ഒരു നല്ല, അതായത് സമ്പന്നതയുള്ള ഒരു ബാല്യകാലമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. പരാധീനതകൾക്കിടയിലും അദ്ദേഹം മെഡിക്കൽ വിദ്യാഭ്യാസത്തോട് താല്പര്യം കാണിച്ചു എന്നാണ് ശ്രദ്ധേയമായ ഒരു വസ്തുത. ലീപ്സിംഗ്, വിയന്ന, എർലാംഗൺ എന്നീ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം മെഡിക്കൽ ബിരുദം നേടി. 1779 അദ്ദേഹം ഡോക്ടർ പദവിയിലെത്തി. അപ്പൊ ആ സമയത്ത് ഡോക്ടറായിട്ടും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് പ്രാകൃതമായ ചികിത്സാ രീതിയാണ് നിലവിലുള്ളത് എന്ന് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാകൃത ചികിത്സ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തകൾക്കും അപ്പുറത്തായ കാര്യങ്ങളാണ്. രക്തം വാർത്ത് കളയുക, അതുപോലെ വിഷലിപ്തമായ മരുന്നുകൾ കൊടുക്കുക. അപ്പൊ ഇത്തരം ഒരു ചികിത്സാ രീതി അലോപ്പതി എന്ന പേരിൽ വിളിക്കുന്നുവെങ്കിലും ഇത്തരം ചികിത്സാ രീതികളാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് എന്ന് പറയുമ്പോൾ നമ്മ 1790-കളിൽ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പൊ ഇത്തരം ദുരനുഭവം കാരണം അദ്ദേഹം വൈദ്യശാസ്ത്ര ജോലി ഉപേക്ഷിക്കുകയുണ്ടായി. അപ്പൊ ഈ ഉപേക്ഷിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞു അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നോക്കാൻ വേണ്ടി അദ്ദേഹം ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്ത് പണമുണ്ടാക്കുന്ന ഒരു രീതി പരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഇത്തരത്തിൽ വിവർത്തനം ചെയ്യുകയുണ്ടായി. 1790 സ്കോട്ടിഷ് ഡോക്ടറായ വില്യം കല്ലന്റെ ട്രീറ്റേഴ്സ് ഓൺ ദി മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകം പരിഭാഷപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് മലേറിയ ചികിത്സിക്കാൻ സിങ്കോണ മരുന്നിന്റെ തൊലി ഉപയോഗിക്കുന്ന ഒരു രീതി അതിൽ വിശദീകരിക്കുമ്പോൾ അതിൽ ചില സംശയങ്ങൾ, അല്ലെങ്കിൽ ഈ കല്ലൻ അത് വിശദീകരിച്ച രീതി തൃപ്തികരമായി തോന്നിയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് സ്വാഭാവികമായിട്ടും ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്ന ഹനുമാൻ ചില പരീക്ഷണങ്ങൾ സ്വയം നടത്താൻ തുടങ്ങി. അതായത് ഈ സിങ്കോണ നേർപ്പിച്ച അളവില് സിങ്കോണ മരത്തിന്റെ തൊലി അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. ഇത് പലരും വിചാരിക്കുന്നത് പോലെ അതേപോലെ കഴിക്കുകയല്ല ഉണ്ടായത്. ഉദാഹരണത്തിന് അത് ചില ചരിത്ര പുസ്തകങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്, നേർപ്പിച്ച അളവിലാണ് അദ്ദേഹം, അതായത് ഒരു രസതന്ത്രജ്ഞനും കൂടിയാണ് നമ്മുടെ ഹനുമാൻ എന്ന് നമുക്കറിയാം. രസതന്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മരുന്ന് പരീക്ഷണങ്ങൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ രസതന്ത്രപരമായ പരീക്ഷണങ്ങളിൽ തികഞ്ഞ അവഗാഹം പുലർത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നേർപ്പിച്ച അളവിൽ സ്വന്തം ദേഹത്ത് ഈ മരുന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് മലേറിയയുടെ ലക്ഷണങ്ങൾ, വിറയല്, പനി, സന്ധിവേദന തുടങ്ങിയത് അദ്ദേഹത്തിൽ പ്രകടമായി. മരുന്ന് നിർത്തിയപ്പോൾ ഈ ലക്ഷണങ്ങൾ നിൽക്കുകയും ചെയ്തു. സിമിലിയ സിമിലിബസ് കുറേന്തർ സമം സമേന ശ്യാമലി എന്ന് നമ്മൾ ലെറ്റ് ലൈക്ക് ബി ക്യൂർ ബൈ ലൈക്ക്. അപ്പൊ ആരോഗ്യവാനായ ഒരാളിൽ ഒരു ഔഷധം ഏതൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുവോ അതേ ലക്ഷണങ്ങളോട് കൂടിയ രോഗത്തെ സുഖപ്പെടുത്താൻ ആ ഔഷധത്തിന്റെ നേർപ്പിച്ച രൂപത്തിന് കഴിയും എന്ന് അദ്ദേഹം കണ്ടെത്തി. സ്വാഭാവികമായും വളരെ ചരിത്രപരമായ അല്ലെങ്കിൽ കാലാധിപത്യമായ ഒരു വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം നിരവധി പരീക്ഷണങ്ങൾ നടത്തി. അപ്പൊ അത് പ്രൂവിങ് എന്ന് സ്വയം അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചു. ആരോഗ്യവാന്മാരായ സ്ത്രീകള്, പുരുഷന്മാര്, അതുപോലെ ആരോഗ്യവാന്മാരായ സ്ത്രീകളിലും പുരുഷന്മാരിലും നിരവധി പ്രകൃതി വസ്തുക്കള്, സസ്യങ്ങൾ, ജന്തുക്കൾ, ധാതുക്കൾ ഇവയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച്, മരുന്നുകൾ ഉപയോഗിച്ച്, അതിന്റെ നേർപ്പിച്ച ഔഷധങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കുകയുണ്ടായി. ഈ വിവരങ്ങളൊക്കെ അദ്ദേഹം വളരെ ശാസ്ത്രീയമായ ചിട്ടയോടെ രേഖപ്പെടുത്തുകയും ചെയ്തു.
അപ്പൊ ഇതാണ് ഹോമിയോ ഡോക്ടർമാർക്ക് രോഗിയുടെ ലക്ഷണങ്ങളെ ഔഷധങ്ങളുടെ ലക്ഷണങ്ങളുമായി താരതമ്യം ചെയ്ത് ശരിയായ മരുന്ന് തിരഞ്ഞെടുക്കാനുള്ള ഗ്രന്ഥമായി പിന്നീട് മാറിയത്. മറ്റൊരു പ്രധാന തത്വം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഏക ഔഷധം, സിംഗിൾ റെമഡി എന്നുള്ളതാണ്. തീർച്ചയായും അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഹോമിയോപ്പതിയെ കുറിച്ച് നല്ല രീതിയിൽ അവഗാഹമുള്ള ഡോക്ടർമാരാണ് ഈ ഒരു പ്രഭാഷണം കേൾക്കുന്നത്. രോഗിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ലക്ഷണങ്ങളും പരിഗണിച്ച് അനുയോജ്യമായ ഒരൊറ്റ മരുന്ന് നൽകുക, ഈ ഒരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ തത്വമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ശരീരത്തിന്റെ സ്വാഭാവികമായ ഉത്തേജനം ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ലഭിക്കുവാൻ വേണ്ടി ഒരു മെഡിസിൻ ഒരു സമയത്ത് എന്നൊരു രീതിശാസ്ത്രമാണ് ഹനുമാൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഒന്നിലധികം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. അപ്പൊ ഏതായാലും വിപ്ലവകരമായ ഒരു തത്വമാണ് അദ്ദേഹം വൈദ്യശാസ്ത്ര ലോകത്തിന് മുന്നോട്ട് വെച്ചത്. പിന്നെ അതുപോലെ മിനിമം ഡോസ് എന്നൊരു നിർദ്ദേശവും അദ്ദേഹം നൽകുകയുണ്ടായി. മരുന്നുകളിലെ വിഷാംശം കുറക്കാനും രോഗശാന്തി ശക്തി വർദ്ധിപ്പിക്കാനും പൊട്ടന്റൈസേഷൻ, ഔഷധത്തിന്റെ മൂലപദാർത്ഥത്തെ ആൽക്കഹോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിക്കുക, നിശ്ചിത അനുപാതത്തിൽ പലതവണ നിർപ്പിക്കുന്നു, ശക്തമായി കുലുക്കുന്നു. ഭൗതികമായി അളവ് കുറയുമെങ്കിലും രോഗം മാറ്റാനുള്ള മരുന്നിന്റെ ശേഷി വർദ്ധിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. സ്വാഭാവികമായും നമുക്കറിയാം, നല്ല രീതിയിൽ എക്കാലത്തും മരുന്ന് ലോബി അല്ലെങ്കിൽ മരുന്ന് മാഫിയ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് തുടക്കം മുതൽ തന്നെ പഠിക്കുമ്പോഴും വിലയിരുത്തുമ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അന്നും അതിശക്തമായ എതിർപ്പ് സാമുവൽ ഹനുമാൻ നേരിടുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ മരുന്നുകൾ വിതരണം തടയുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇങ്ങനെ പല തന്ത്രങ്ങളും അവർ പയറ്റി. അപ്പൊ അന്നത്തെ മെഡിക്കൽ സമൂഹമായിരുന്നു പ്രധാനമായും ഇദ്ദേഹത്തെ എതിർത്തിരുന്നത്, പ്രത്യേകിച്ച് അലോപ്പതി രംഗത്തുള്ള ആളുകളും മരുന്ന് കമ്പനിക്കാർ. 1810 ഓർഗൻ ഓഫ് മെഡിസിൻ, അത് ഹോമിയോപ്പതിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു, അത് പുറത്തിറങ്ങിയത്. അപ്പൊ ഇന്ന് ലോകമെമ്പാടും ഹോമിയോപ്പതി വളരെയധികം പ്രചാരത്തിലാണ്. ലോകത്തില് രണ്ടാമത്തെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്ന് നമുക്കറിയാം. അപ്പൊ ഈ 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഇന്ത്യയിലേക്ക് വന്നത്. നമുക്കറിയാം, കൽക്കത്തയിലായിരുന്നു ആദ്യം വന്നത്, പിന്നീട് ഇന്ത്യയൊട്ടാകെ പ്രചരിച്ചു. ഇന്ന് കേരളമാണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും അധികം ഹോമിയോപ്പതിയെ ഇഷ്ടപ്പെടുകയും ഹോമിയോപ്പതി പ്രചരിപ്പിക്കുകയും ഏറ്റവും മികച്ച ഡോക്ടർമാർ ഉള്ളതും കേരളത്തിലായിരിക്കും. ഇങ്ങനെ ഹനുമാന്റെ നമുക്ക് ജീവിതം പരിശോധിക്കുന്ന സമയത്ത് പല നിർണായകമായ കാര്യങ്ങളും പഠിക്കാനും, ഒരുപക്ഷെ നമ്മൾ ഇനിയും പഠിച്ചു തീരാത്ത ഒരു വലിയ പുസ്തകമാണ് സാമുവൽ ഹനുമാന്റേത്. കാരണം ഒരുപാട് ചരിത്രരേഖകൾ ഇനിയും കണ്ടെത്തുകയും അത് ശാസ്ത്രീയമായി പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യകതയാണ് ഓരോ തവണയും ഹനുമാനെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വയം പഠനം പ്രത്യേകിച്ച് എടുത്തു പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് ആ ഒരു രീതിശാസ്ത്രം അദ്ദേഹത്തെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചത് എന്നാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഇന്ന് നമ്മൾ ശാസ്ത്രീയമായ പഠനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ സമയത്തിന്, അതായത് എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ഹനുമാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ള ഒരുപാട് ഗ്രന്ഥങ്ങള്, പുസ്തകങ്ങള് ഹനുമാൻ രചിച്ചിട്ടുണ്ട്. അതില് രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, രസതന്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി പ്രബന്ധങ്ങളും പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ മുന്തിരി വൈനിലുള്ള ലെഡിന്റെ അംശം, ഈയത്തിന്റെ അംശം കണ്ടെത്താനുള്ള കെമിക്കൽ ഫോർമുല അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇന്ന് അശാസ്ത്രീയം എന്ന് ഒക്കെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഈ ചികിത്സാരീതിയുടെ ഇതിന്റെ ഉപജ്ഞാതാവ് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചില ചരിത്രരേഖകളിൽ അദ്ദേഹം അന്നത്തെ രസതന്ത്രജ്ഞനായ ലവോയ്സിയർ എന്ന ശാസ്ത്രജ്ഞനുമായി കത്തിടപാടുകൾ നടത്തിയായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിന് വ്യക്തിജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2 ഭാര്യമാരുണ്ടായിരുന്നു.
അതില് രണ്ടാമത്തെ ഭാര്യയുടെ കൂടെയാണ് അദ്ദേഹത്തിന്റെ അവസാന സമയം പാരീസിൽ രണ്ടാമത്തെ ഭാര്യയുടെ കൂടെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് കുറെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് അദ്ദേഹത്തിന്റെ പ്രശസ്തി ലോകമൊട്ടാകെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. 88-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ഹോമിയോപ്പതി ശാസ്ത്രം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച നമ്മുടെ ലോകത്തിലെ മികച്ച വഴിത്തിരിവുകളിൽ ഒന്നായി ഈ ഹോമിയോപ്പതിയുടെ കണ്ടുപിടുത്തത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത പകർച്ചവ്യാധികളൊക്കെ വരുന്ന സമയത്ത് അതിന് ഒരു മറുമരുന്നായി ഹോമിയോപ്പതിയിലെ മരുന്നുകൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം. നമുക്ക് പ്രതീക്ഷിക്കാം കോവിഡ് സമയത്ത് തന്നെ ആർസനിക് ആൽബത്തിന്റെ ഒക്കെ പ്രചാരവും അതിന്റെ ഗുണപ്രാപ്തിയും നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പൊ ഏതായാലും ഹനുമാനെ അനുസ്മരിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായും മനസ്സിലൊരു വിഷമം വരുന്നത് ഇത്രയധികം ഒരുപക്ഷെ വായിച്ചാലും തീരാത്ത ഒരു പുസ്തകം എന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചു. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഒരുപക്ഷെ ഈ ഹോമിയോപ്പതി കണ്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഹോമിയോപ്പതിയെ അറിയപ്പെട്ടു. അപ്പൊ അത് മാറ്റി നിർത്തിയാലും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾക്ക് കണക്കുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം നമ്മൾ നെറ്റിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല സൈറ്റുകൾ മാറി പോകുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങളും പ്രബന്ധങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല വളരെ ശക്തമായ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. കാരണം എതിർപ്പാണ് അത് പലപ്പോഴും ഒരു നഗരത്തിൽ അദ്ദേഹത്തിന് ഈ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല എതിർപ്പ് കാരണം ഒരു നഗരത്തിൽ സ്ഥിരമായി കുറച്ചധികം കാലം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇത്തരം യാത്രകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ മരിച്ചായാലും ചില ഡോക്യുമെന്റുകൾ കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും വളരെയധികം ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റിയ അല്ലെങ്കിൽ എപ്പോഴും മനുഷ്യരെ രക്ഷിക്കുന്ന വളരെ ലളിതവും അതുപോലെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും ഒക്കെ ആയ ഓരോ ചികിത്സാ സമ്പ്രദായം മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചരിത്രം ഒരിക്കലും സാമൂൽ ഹനുമാനെ മറക്കില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടുപിടുത്തം, ആ ഒരു ശാസ്ത്രശാഖയെ നമ്മൾ ഇപ്പോഴും നമ്മുടെ അറിവ് വെച്ച് ഏറ്റവും അധികം ആധുനികവൽക്കരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം എന്നും മനുഷ്യന്റെ പക്ഷത്തായിരുന്നു, ഹൃദയപക്ഷത്തായിരുന്നു സാമൂൽ ഹനുമാൻ. ചരിത്രത്തിലെ പുസ്തകങ്ങൾ കാണുന്നത് ഒരിക്കലും പണം ഉണ്ടാക്കാനുള്ള മാർഗമായി വൈദ്യശാസ്ത്രത്തെ അദ്ദേഹം ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല ഒന്നുമില്ല, രോഗിയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും ഇത് എയുടെ യുഗമാണ്. നമുക്ക് ഒരുപാട് കാര്യം ഈ ജനപ്രിയ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയും. അതോടൊപ്പം ഹാനിമാനെ നമുക്ക് എന്നും ഓർമ്മിക്കാം. ഈ ഹാനിമാന്റെ സ്മരണയ്ക്ക് വേണ്ടി ഹോമിയോപ്പതിയെ സ്നേഹിക്കുകയും ഹോമിയോപ്പതിയുടെ മഹത്തായ വശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. വളരെ സാധാരണ ഒരു ഹോമിയോപ്പതി വിദ്യാർത്ഥി ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയുകയുണ്ടായി. ഇനിയും ധാരാളം പറയാൻ അങ്ങേക്ക് കഴിയും എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം സംസാര ശൈലി കേട്ടാൽ നല്ലൊരു അങ്ങനെ എഴുത്തുകാരനാണ്. ശരിക്കും എഴുത്തുകാരൻ ആണ് ശരിക്കും അധ്യാപകനാകേണ്ടത്. മാത്രമല്ല ഇപ്പൊ UGC ഒരു പുതിയ സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രൊഫസർ അറ്റ് പ്രാക്ടീസ്. അതായത് അക്കാഡമിക്കലി ക്വാളിഫൈഡ് അല്ലാത്ത ഒരു വിഷയത്തിൽ വളരെയധികം അറിവുള്ള ആൾക്കാരെ അതാത് വിഷയങ്ങൾ പഠിപ്പിക്കാൻ എടുക്കാന്ന് UGC വെച്ചിട്ടുണ്ട്. അങ്ങനെപ്പോലുള്ള ആൾക്കാരൊക്കെ അത് കയറ്റി വിടുന്ന ഹോമിയോപ്പതി കോളേജ് തീർച്ചയായിട്ടും ഗുണം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാർ പറഞ്ഞതിനെക്കാളും എല്ലാം ഈ സ്ലോ എഞ്ചിനാണ്, വളരെ താമസിച്ച് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്നാലും വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹനുമാനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ രമേഷ് സാർ എപ്പോഴും കോഴിക്കോട് കോളേജ് പ്രൊഫസറായിട്ട് രമേഷ് സാർ എപ്പോഴും പറയുമായിരുന്നു, 2 സാഹചര്യത്തിലാണ് ഈശ്വരൻ ചിരിക്കുന്നത്. രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞതായിട്ടാണ് വൈദ്യൻ ചിരിക്കുമെന്ന്. അല്ല, ഈശ്വരൻ ഒന്ന് ഒരു വൈദ്യൻ രോഗിയെ ഭേദപ്പെടുത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ, രണ്ടാമത് സഹോദരങ്ങൾ തമ്മിൽ ഭൂമിക്കായിട്ട് അടിയിടുമ്പോഴാണ്. ഈ 2 അവസരങ്ങൾ ഈശ്വരൻ ചിരിക്കുമെന്നാണ്. എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ സാമൂൽ ഹനുമാൻ നമ്മുടെ ഓർഗൺ വായിച്ചു നോക്കി അറിയാം. ഗീവ്സ് ഗ്ലോറി ടു ഗോഡ്, ഗോഡ് പെർമിറ്റഡ് മീ, ഇങ്ങനെ പറയും. എപ്പോഴും ഈശ്വരന്റെ അനുവാദമാണ്, അല്ല അദ്ദേഹത്തെ ഇത് എന്റേതല്ല എന്ന് പറയുന്ന കർമ്മത്തിൽ അകർമ്മം എന്ന് ഭാരതീയ ഫിലോസഫിയിൽ പറയും. അതാ ഹനുമാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി 1-2 പേരുടെ ഇത് അഭിപ്രായം കേൾക്കാനുണ്ട്. ആദരണീയ 2 വ്യക്തികൾ എൻ്റെ മുമ്പിലുണ്ട്. ഒന്ന് നമ്മുടെ അബ്ദുൽ സലാം സാറാണ്, പിന്നെ മനോഹരൻ സാർ. ഇവർ രണ്ടും ഒരുപാട് പ്രത്യേകത ഉണ്ട്. വളരെ ഇതോടുകൂടി നിസ്വാർത്ഥമായിട്ട് ഹോമിയോപ്പതിയെ സ്നേഹിക്കുകയും നമ്മൾ അവരുടെ ചങ്കാണ് ഹോമിയോപ്പതി എന്ന് എനിക്ക് തോന്നുന്ന 2 പേരുണ്ട്. അബ്ദുൽ സലാം സാറിനെ ആദ്യം ക്ഷണിക്കാം. സലാം സാറേ. സലാം. നമസ്കാരം.
നമ്മുടെ ഈ ഹാനിമാന്റെ ആഘോഷിക്കുന്ന IPH എല്ലാം കൊണ്ടും വളരെയധികം പ്രവർത്തനങ്ങൾ ഹോമിയോപ്പതിക്ക് വേണ്ടി ചെയ്യുന്നു. ഡോക്ടേഴ്സിന് മാത്രമല്ല, സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നമ്മൾ പോലുള്ള ഹോമിയോപ്പതി ലവേഴ്സിനും നമുക്ക് എന്നും കാണുവാനും എന്നും ഇരിക്കുവാനൊക്കെയുള്ള താല്പര്യം ഇത് തന്നെയാണ്. എന്നും ഒരു കുടുംബം പോലെ കഴിയുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു ബന്ധങ്ങൾ, എത്ര ബന്ധങ്ങളാണ് ഈ ഹോമിയോപ്പതിയിലൂടെ അല്ലെങ്കിൽ IPHയിലൂടെ നമുക്ക് നേടിയെന്ന് എന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ ഹോമിയോപ്പതി ഡേ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എൻ്റെ എല്ലാ ആശീർവാദങ്ങളും സ്നേഹങ്ങളും അർപ്പിക്കുന്നു. താങ്ക്സ്. വളരെ നന്ദി. അടുത്ത മനോഹരൻ സാർ. നിശബ്ദമായി എല്ലാം കേട്ട് ഒരു ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് മനോഹരൻ സാർ. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ അൺമ്യൂട്ട് ചെയ്യണേ. സാർ അൺമ്യൂട്ട് ചെയ്യണേ സാറേ. ഓക്കെ. ഓക്കെ ഡോക്ടറെ, എല്ലാവർക്കും വളരെ സന്തോഷത്തോടെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഏറ്റവും നമ്മൾ ആദരണീയനായ നമ്മുടെ ഹനുമാൻ ഡോക്ടർ ഹനുമാന്റെ ജന്മദിനം നമ്മുടെ ഹോമിയോപ്പതിയുടെ വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് തന്നെയാണ് അത് ആചരിക്കുന്നത്. അപ്പോൾ ലോകം മുഴുവനും ഇപ്പം വളരെ ദ്രുതഗതിയിൽ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ്. അത് അഭിമാനത്തോടെ നമ്മൾ ഓർക്കുന്നു. ഡോക്ടേഴ്സ് എല്ലാം അർപ്പണ ബുദ്ധിയോടുകൂടി, എസ്പെഷ്യലി കേരളത്തിലെ തന്നെ ഡോക്ടേഴ്സ് IPHന്റെ ആ വരവോടുകൂടി അതിനൊരു ശരിക്കുള്ള ഒരു സ്ട്രോങ് മോട്ടിവേഷൻ എല്ലാവരിലും എത്തിയിട്ടുണ്ട്. യഥാർത്ഥമായിട്ട് അത് എങ്ങനെയാണ് നമ്മൾ ആ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനെ പറ്റിയുള്ള ആദരവ് കൂടുന്നത്. കാരണം നമ്മൾ രോഗത്തെ അല്ല, രോഗിയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ രോഗിയെ ചികിത്സിക്കുമ്പോൾ രോഗിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു. അങ്ങനെ ആ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ആ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നു. അപ്പൊ അത് അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഡോക്ടറെ. എല്ലാവരും നിങ്ങൾ ചെയ്യുന്ന ആ ശക്തമായ ഇതിനോടുള്ള ഡെഡിക്കേഷൻ ഞാൻ ആദരവോടുകൂടിയാണ് കാണുന്നത്. എൻ്റെ വൈഫും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങിൽ എന്നെ സാറ് ക്ഷണിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട്. എല്ലാ ഡോക്ടേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സിസ്റ്റം കഴിഞ്ഞൊരു ദിവസം ഞാൻ കേട്ടു, പിന്നെ നമ്മുടെ സുസൈ പക്കം തിരുമേനി പ്രൈം മിനിസ്റ്ററെ കാണാനായിട്ട് എന്തോ ഒരു ആവശ്യത്തിന് ഡൽഹി പോയിരുന്നു, മോഡിജിയെ. അപ്പൊ അവിടെ വെച്ച് V മുരളീധരൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇത് പറയുന്നത്, ഞാൻ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിലാണ് അത് പറഞ്ഞത്. അദ്ദേഹം പിന്നെ സുസൈ പക്കം തിരുമേനി സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. അപ്പം മോഡിജി വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്ന ആളായതുകൊണ്ട് മോഡിജി അത് പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ഇതെന്ന് തുടങ്ങി എന്ന് തിരുമേനിയോട് ചോദിച്ചു. അപ്പം പറഞ്ഞ് കുറെ വർഷങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞു. സാരമില്ല, അവിടെ അടുത്ത് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് കാണും, ഹോമിയോയിൽ ഇതിന് നല്ല മരുന്നുണ്ട്, കംപ്ലീറ്റ് കുറയും, ഒന്ന് അന്വേഷിച്ച് അത് വേണ്ട ചെയ്യണമെന്ന് പറഞ്ഞു. അതെന്നെ വളരെയധികം, കാരണം എൻ്റെ അനുഭവം അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ മരുന്നൊന്നും വേറെ കഴിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു മെസ്സേജ് കൂടെ എനിക്ക് ഈ അവസരത്തിൽ പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോൾ നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ എല്ലാവരോടും പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാ ഡോക്ടേഴ്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. IPHന്റെ ഈ സംരംഭത്തില് 100% പിന്തുണ എപ്പോഴും തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നന്ദി, നമസ്കാരം ഡോക്ടറെ. വളരെ നന്ദി സാർ. ഇതാണ് IFPH. എന്തുകൊണ്ട് IFPH എന്ന് ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഉത്തരം. ഇവർ രണ്ടുപേരും പറഞ്ഞ വാക്കുകൾ. ഹോമിയോപ്പതി വളരണമെങ്കിൽ ഇത് തന്നെയാണ് വേണ്ടത്. വളരെ നന്ദി സാർ. അങ്ങയുടെ ആത്മാർത്ഥതയ്ക്ക് നമ്മൾ നമിക്കുകയാണ്. സനേഷ് ഡോക്ടറെ എന്ത് പറയുന്നു? അവിശ്വസനീയമായ ഒരു ട്രാക്ക് റെക്കോർഡ് ഒരു വ്യക്തിയാണ് ഡോക്ടർ സനേഷ്. പ്ലീസ്.
തീർച്ചയായും നമ്മൾ IFBH തുടങ്ങിയ കാലം മുതൽ നമ്മളെല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നത് നിങ്ങൾ വ്യാജന്മാരുടെ സംഘടനയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വ്യാജൻ ആരാണ്? അങ്ങനെ ഒരു ആള് പോലും ഇല്ല. നമ്മൾ ഹോമിയോപ്പതി പഠിക്കുക, പ്രചരിപ്പിക്കുക, അത് അനുഭവിക്കുക, അതിന് ഏതെല്ലാം മീഡിയയെ നമുക്ക് പറ്റുമോ അതെല്ലാം ചെയ്യുക. ഡോക്ടർ ഹാൻസൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ചികിത്സാ സമ്പ്രദായത്തിലെ പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെങ്ങനെ പരിഹരിക്കാം, ജനങ്ങൾക്ക് ജന സമൂഹത്തിന് എന്തെല്ലാം നന്മകൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതും. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും തമ്പുരാനാണ്, എനിക്കല്ല, ഞാൻ വഴി ഇത് നിങ്ങളിലോട്ട് എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു വശം അത് മനോജ് ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യുന്ന അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുക മാത്രമല്ല, നമ്മൾ ഗുരുവായും കാണുകയും അദ്ദേഹത്തിന് വേണ്ടി ഈ ദിനം സമർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഈ ദിനത്തിൽ കഴിയുന്നതും പുത്തൻ ഉടുപ്പും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്ത് നമ്മൾ നടക്കുകയും ചെയ്യണം. ഞാൻ ഇന്ന് അങ്ങനെ ചെയ്ത ഒരു ദിവസമാണ്. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനും അപ്പുറമാണ് നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഈ ആഘോഷത്തിൽ ഇത്രയും നല്ല രീതിയിൽ ലോകത്തിലുള്ള വിവിധ ഡോക്ടർമാരെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ദാസാറിനെ പോലെയും അതുപോലെ തന്നെ മനോഹരൻ സാറിനെ പോലെയും അബ്ദുസലാം സാറിനെ പോലെയും ഒക്കെയുള്ള ഹോമിയോപ്പതി സ്നേഹികളെയും ഒക്കെ കൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കാനും അവരെയൊക്കെ കാണുവാനും അവരുടെയൊക്കെ ഹോമിയോപ്പതിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കുവാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കിനിയും ഈ യജ്ഞം തുടരണം. എല്ലാവരും എന്നും ഒപ്പം ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും ഹനുമാൻ ദിന ആശംസകൾ. ഓക്കെ, ഗണേഷ് ഡോക്ടർ എന്തുകൊണ്ട് വ്യത്യസ്തമായെന്നും പിടികിട്ടി കാണുമല്ല. അത് ചിന്തിക്കാൻ പറ്റാത്ത റേഞ്ചാണ് ഡോക്ടർ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ BN ഹെഗ്ഡെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, യമരാജനും വൈദ്യരാജൻ. അത് യമരാജന്റെ സഹോദരനാണ് വൈദ്യരാജൻ. യമരാജൻ ആയുസ് കൊണ്ടുപോകും, വൈദ്യരാജൻ ആയുസും പണവും കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അപ്പം ആ രീതിയിൽ യമരാജന്റെ സഹോദരനല്ല ഒരു ഹോമിയോ ഡോക്ടർ എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് അടുത്തത് ഭദ്രൻ ഡോക്ടറെ ഇന്ന് ഡോക്ടർ ഈ പറഞ്ഞ വളരെ വ്യത്യസ്തം. ഇത്രയും അദ്ദേഹം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഒരു എവർഗ്രീൻ വ്യക്തിയാണ് ഡോക്ടർ ഭദ്രൻ. സാറെ അൺമ്യൂട്ട് ചെയ്യാം. നമ്മളിന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറയാമോ? വെള്ളം കുടിക്കണം. ഭദ്രൻ ഡോക്ടറെ പറയാം. നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? അതുപോലെ ജയചന്ദ്രൻ ഡോക്ടർ അദ്ദേഹം വന്നു എന്നുള്ളതാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് സമയമില്ലെങ്കിലും ഇവരെയൊക്കെ സമ്മതിച്ചേ വരൂടെ. പിള്ളേർ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇത്രയും ഒക്കെ ഉണ്ടെങ്കിലും പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ പലരും പ്രാക്ടീസ് ഉണ്ടോണ്ട് ഇറങ്ങില്ല എന്ന് പറയും. ശരിക്കും തിരക്കിൽ വരും. തിരക്കില്ലാത്തവരാണ് തിരക്കണമെന്ന് തോന്നിക്കാൻ വേണ്ടി വരില്ല. ഭയങ്കര തിരക്കാണെന്ന് പറയും. ഞാൻ മനസ്സിലായ കാര്യം അതാണ്. നമ്മളെ ഹിബർ ഡോക്ടറെ എന്ന് വിളിക്കണേ. തീർച്ചയായിട്ടും ഭദ്രൻ ഡോക്ടർ റെഡിയാണ്, സംസാരിക്കട്ടെ. ഏതായിരുന്നാലും വളരെ മനോഹരമായ ദിവസം. എല്ലാവരും ഇന്ന് എല്ലാം ആദ്യം മുതൽ ഹിന്ദി മുതൽ ഇംഗ്ലീഷും എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ഏതായിരുന്നാലും ഒരു ഡോക്ടർ, അതായത് നമുക്കെല്ലാം ഒരു ജീവിതം ഉണ്ടാക്കി തന്ന, ഒരു ജീവിത മാർഗം ഉണ്ടാക്കി തന്ന ഒരു ഡോക്ടർ 200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് ഉണ്ടായിരിക്കുകയും നമ്മളൊക്കെ ഇന്ന് ആ ഒരു ബ്ലെസ്സിങ് കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മളൊക്കെ എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം സാമുവൽ ഹനുമാനോട്. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഞാൻ ഇതിനെക്കുറിച്ചായിരുന്നു ആലോചിച്ചത്. നമ്മൾ എത്ര പേർക്ക് നമ്മൾ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതമാർഗം മാത്രമല്ല, എത്രയോ പേർക്ക് രോഗങ്ങൾ ചികിത്സിക്കാനായിട്ട് കഴിഞ്ഞു. എത്രയോ പേരുടെ ദുഃഖങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് കഴിഞ്ഞു. അതൊക്കെ നമ്മൾ ചിന്തിച്ചു തന്നാൽ എന്തുമാത്രം സംഭാവനയാണ് ഇതിന് മുൻപിൽ ഡോക്ടർ സാമുവൽ ഹനുമാൻ തന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ എന്നും ഒരു നന്ദിയുള്ള വ്യക്തികളായിരിക്കണം. ഇപ്പോഴേ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഏകദേശം 3607 വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തു. എല്ലാത്തിനും എൻ്റെ കയ്യൊപ്പുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. 3607 വീഡിയോസ്. ഒരു മെഡിക്കൽ സിസ്റ്റത്തിന് ഇനി ചെയ്യാനും പറ്റത്തില്ല. ഇത്രയും ഡോക്ടേഴ്സ് പങ്കെടുത്താൽ പല ഭാഷയിൽ, ലോകത്തിലുള്ള പല ഭാഷയിൽ ഇത്രയും 3600 വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇതൊന്നും ഉണ്ടാകത്തില്ല, ഇനി ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു വേൾഡ് റെക്കോർഡാണ്. ഈ റെക്കോർഡൊന്നും ആർക്കും ബ്രേക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ഒരു 100 എണ്ണം പോലും ചെയ്യാനായിട്ട് കഴിയത്തില്ല.
അപ്പൊ അത്രയും മെഡിക്കൽ വീഡിയോസ് നമുക്ക് ഒരു വലിയ സമ്പത്താണ്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്, എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ഒരു സമ്പത്താണ്. ഈ സമ്പത്ത് നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു, ഇന്ന് വരുന്ന തലമുറ എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. വരുന്ന കുട്ടികളൊക്കെ നമ്മുടെ ഈ വീഡിയോസിലോട്ടൊക്കെ കടത്തി വിടണം. കാരണം ഇന്ന് പല ഭാഷയിലാണല്ലോ അല്ലേ, ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും എല്ലാം ഉണ്ട്. ഇത്രയും ഭാഷകൾ തന്നെ ആ കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു. ഇത്രയും ജനങ്ങൾ, നമ്മൾ പല വിശ്വാസങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും പല വിശ്വാസങ്ങളുണ്ട്, പല രാഷ്ട്രീയങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒരു കൊടക്കീഴിൽ ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒരു കൊടക്കീഴിൽ എല്ലാവരും കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ഈശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തരുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ജീവിതമാണ്. ഈ ജീവിതം അത്രത്തോളം ഭംഗിയാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്കും നന്ദിയുണ്ട്, ദൈവത്തോട് പ്രത്യേകം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, പണ്ടൊരിക്കാൻ മനോജ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ പഠിച്ചൊരു ഡോക്ടറുണ്ട്. അപ്പൊ അവൻ ഇങ്ങനെ പറയണ്ടായി, ഈ കളിയായിട്ടാണ് പറഞ്ഞത്, ദുഷ്ടന്മാരാണ് ഈ അലോപ്പതി മരുന്നൊക്കെ ചെയ്ത് കുത്തി വെച്ചും അതുവഴി മൂക്കിക്കൂടെയും അവിടെ കൂടെയൊക്കെ കുത്തിക്കയറ്റിയൊക്കെ വരുന്നത്. പക്ഷെ നമ്മളെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ മധുരതരമായിട്ടുള്ള മരുന്ന് കൊടുക്കുകയും അവർ സന്തോഷമായിട്ട് രുചിച്ച് അത് കൊണ്ട് അവർ രോഗം മാറാനായിട്ട് കഴിയുന്നു എന്ന് കളിയായിട്ടാണ് പറഞ്ഞത്. എന്നിരുന്നാൽ തന്നെ അതിൽ ഒരു വലിയൊരു കാര്യമുണ്ട്. അപ്പൊ അതുമൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നു. കൊച്ചു കുട്ടികൾ പോലും നമ്മുടെ മരുന്ന് കഴിക്കാനായിട്ട് അടിച്ചു മാറ്റി കഴിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു പാർട്ടിക്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ ആ കുട്ടി അവിടെ വീട്ടിനകത്തിരുന്ന് മരുന്ന് മൊത്തം എടുത്ത്, ഒരു കുപ്പി മൊത്തം മരുന്ന് എടുത്ത് ഗുളിയെല്ലാം കഴിച്ചിട്ട് കുപ്പി കഴുകി വെച്ചിരുന്നു. എന്നിട്ട് അവരെന്നെ ഓടം വിളിച്ചു. അപ്പോഴ് കുട്ടികൾക്ക് പോലും അത്രയേറെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം പോലെയോ ഒരു മുട്ടായി പോലെയൊക്കെ ഉള്ള ഒരു മരുന്ന്. അപ്പൊ ഇതെല്ലാം ആലോചിച്ച് തീർന്നാല് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഡോക്ടറെ സംസാരിക്കാം. ഡോക്ടറെ കേൾക്കാമോ? കേൾക്കാം. ഇന്ന് അല്പം താമസിച്ചു പോയി, എത്തിയപ്പം 10:30 പോയി. എന്നാലും നല്ലൊരു പ്രൗഢഗംഭീരമായുള്ള ഒരു സദസ്സുമായിരുന്നു, നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. കേരളമുദിയുടെ ബോധപൗർണമി ക്ലബ്ബ് അവതരിപ്പിച്ച ഈ മീറ്റിംഗ് എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായിരുന്നു. നല്ല പ്രാസംഗികരായിരുന്നു. നമുക്ക് അധ്യക്ഷനായി നമ്മുടെ ജോസഫ് സാറായിരുന്നു. നല്ല പ്രഭാഷണമായിരുന്നു. ഇന്റർനാഷണൽ ലെവലിലും ഹോമിയോയുടെ സ്കോപ്പും അതിന്റെ പോസിബിലിറ്റീസും എല്ലാം കുറച്ച് വിശദമായി തന്നെയാണ് ചർച്ച ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നെ പ്രഭാഷണമായിട്ട് നമ്മുടെ ഹരികുമാറിന്റെയും പിന്നെ ബിന്ദു ഡോക്ടറുടെയും ആയിരുന്നു എക്സ്പീരിയൻസ് പിന്നെ ഷെയർ ചെയ്യുന്നത്. നല്ല ഹരികുമാറിന്റെ എക്സ്പീരിയൻസ് ഷെയറിങ് അല്പം വികാരനിർഭരമായി പോയോ എന്ന് ഒരു സംശയം. കാര്യത്തിനല്ല, അന്ന് എനിക്ക് അത്രയും കാര്യമായിട്ട് എനിക്കറിയില്ല. എൻ്റെ ക്ലാസ്മേറ്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ഇത്രയും ഉള്ള വിഷമമൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഏതായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എന്തുകൊണ്ടും വളരെ സന്തോഷമായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം പോയത് അറിഞ്ഞില്ല. ഏതായാലും ബിന്ദു ഡോക്ടറും കുറെ കേസസ് പ്രസന്റ് ചെയ്തു. അതെല്ലാം എല്ലാവർക്കും വളരെ കൂടുതൽ ആശ്ചര്യവും ആനന്ദവും ഉണ്ടാക്കിയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. എന്തായാലും ശരി, ഹോമിയോ നമ്മുടെ ഡോക്ടർ ഹനുമാന്റെ ബർത്ത്ഡേ സമുചിതമായിട്ട് ആഘോഷിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിൽ ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ ആദ്യത്തെ 1973 ഹോമിയോ കോളേജിലോട്ട് ചേർന്നത്. അപ്പോഴുള്ള ഏപ്രിൽ 10 അപ്പോൾ കിള്ളിപ്പാലം ഗോപാലുള്ള സാറും ഡോക്ടർ KB ജോണും ആയിരുന്നു അന്ന് അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി എത്തിയിരുന്നത്. അപ്പോൾ പിന്നെ പറയുണ്ടായി, അത് കിള്ളിപ്പാലം ഗോപാലുള്ള സാറ് അന്ന് ഹോമിയോക്ക് ഒട്ടും പ്രചാരം ഇല്ലായിരുന്ന അവസരം ആയിരുന്നു. അപ്പൊ അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞാണെങ്കിലും കുറച്ച് കാര്യമുണ്ടല്ലോ. അതായത് നമ്മൾ ആദ്യത്തെ 10 വർഷം നമുക്ക് ഒരു ചായക്കുള്ള വക കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് 10 മുതൽ 20 വർഷം വരെ ആകുമ്പോഴത്തേക്കും ഒരു ചായ ഒരു കടിക്കുള്ള വക കിട്ടും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീടുള്ള കാലങ്ങളിൽ 30 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കിട്ടും. അതായത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ആവുന്ന 10-30 വർഷം കഴിയുമ്പോഴേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ആദ്യം തന്നെ അത് കേട്ടത് കൊണ്ട് എപ്പോഴും അങ്ങനെ ആ രൂപത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തിരുന്നത്.
അപ്പം ഞാൻ ഹോമിയോ മാത്രമേ പ്രാക്ടീസ് ചെയ്യുള്ളൂ എന്ന് ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ തന്നെ തീരുമാനിച്ച കാര്യമാണ്. അപ്പം എനിക്ക് ഒരുപാട് പണികൾ അറിയാം. എനിക്ക് വേറെ പണി കൊണ്ട് ജീവിക്കാനും എനിക്കറിയാം. അത് ഞാൻ ഇതിൽ ഹോമിയോയിൽ ഫെയിൽ ആകുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റം അല്ല, വേറെ ഒരുപാട് പണികൾ എനിക്കറിയാം. അതുകൊണ്ട് ജീവിച്ചു പോരാനുള്ള മാർഗം ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. ഏതായാലും ദൈവം അതിനെ അനുവദിച്ചില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോമിയോ എന്നെ വിജയകരമായി പരീക്ഷിക്കാനും പ്രവർത്തിക്കാൻ അതിൽ വർക്ക് ചെയ്യാനും വളരെ കൂടുതൽ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. മേലിലും മറ്റ് ജൂനിയേഴ്സിന് എപ്പോഴും നമ്മുടെ ചികിത്സാനുഭവങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കടമ തീർച്ചയായിട്ടും ഉണ്ട്. പണ്ട് മുതലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വൈദ്യന്മാർ അവർക്ക് അറിയാവുന്ന ചികിത്സാ രഹസ്യങ്ങളിൽ അവസാനം അവരുടെ ഏറ്റവും വലിയ ശിഷ്യനോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് അവസാനം മരിക്കാൻ നേരത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. മരിക്കാൻ നേരത്ത് ബോധം ഉണ്ടായിട്ടുണ്ട് പറയാനുണ്ട്. അതുകൊണ്ട് പലതും അവരുടെ പല ചികിത്സാനുഭവങ്ങളും മൺമറഞ്ഞു പോയി, ആർക്കും ഗുണമില്ലാതെ പോയി. അപ്പം അത്തരത്തിലായിപ്പോൾ നിങ്ങളെല്ലാവരും ഡോക്ടേഴ്സ് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം. കാര്യം വെച്ചാൽ നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും നമുക്ക് ഹോമിയോപ്പതിക്കാണ്. ഒരാൾ ഹോമിയോ ചികിത്സ ഇത് പരാജയപ്പെട്ടെന്ന് വെച്ചാൽ ഇതിന് ഹോമിയോയിൽ വരുന്നില്ലെന്ന് ആളുകൾ പറയും. അപ്പം നമുക്കുള്ള അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഞാൻ ഇതിൽ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് തന്ന അവസരത്തിന് നന്ദി. ജയ് ഹോമിയോപ്പതി. എന്തായാലും നിശബ്ദരായി ജനം സ്വയം മറന്നു നിന്നു എന്നൊരു പാട്ടുണ്ട്. അപ്പൊ ഹരികുമാർ ഡോക്ടർ ആ പ്രസന്റേഷൻ കേട്ടപ്പോ ആ ഹാൾ സ്തബ്ധനായി നിന്നുള്ളത്, പിൻ ഡ്രോപ്പ് സൈലൻസ്. അപാരമായിരുന്നു. അപ്പൊ 100% വിജയിക്കാൻ കഴിഞ്ഞു. എന്തായാലും മദൻ ഡോക്ടർ വന്നതിന് വളരെ സന്തോഷം. അത് ജയചന്ദ്രൻ ഡോക്ടർ, നമുക്ക് ഈ പരിപാടി പറഞ്ഞ സമയം അത് വളരെ വിലയുള്ളതാണ് ജീവിതത്തിൽ ഓരോ സെക്കൻഡും. കാരണം ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും യഥാർത്ഥത്തിൽ പോകാറില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്. പരിപാടി അവസാന സമയമാകുന്നു. പറയാമോ ഡോക്ടറെ? നന്ദി പറയാൻ ക്ഷണിക്കും. ഡോക്ടറെ പ്ലീസ്. എല്ലാവർക്കും അന്താരാഷ്ട്ര ഹോമിയോപ്പതി ദിനാശംസകൾ അർപ്പിക്കുന്നു. ലോക ഹോമിയോപ്പതി ദിനത്തോടനുബന്ധിച്ച് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി നടത്തിയ പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഹോമിയോപ്പതിയുമായുള്ള 1958 തുടങ്ങിയ ബന്ധത്തെക്കുറിച്ചും ഹോമിയോപ്പതിയുടെ സാധ്യതയെക്കുറിച്ചും വിവരിക്കുകയും ഹോമിയോപ്പതി സിസ്റ്റത്തെ ഇത്രത്തോളം അംഗീകരിക്കുകയും സ്വന്തം സ്ഥാപനമായ PMS ഡെന്റൽ കോളേജിൽ ഒരു ഹോമിയോ ക്ലിനിക്ക് തുടങ്ങുകയും അതിലുപരിയായി ഇന്ന് ഏപ്രിൽ 10 തന്നെ വട്ടപ്പാറ സാഫ് ഹോസ്പിറ്റലിൽ ഹോമിയോപ്പതിയുടെ ഒരു വിങ് ആരംഭിക്കുകയും കൂടി ചെയ്ത PMS ഡെന്റൽ കോളേജ് ചെയർമാൻ ബഹുമാന്യനായ ഡോക്ടർ PS താഹ അവർക്ക് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ലോക ഹോമിയോപ്പതി ദിന പ്രത്യേക പരിപാടിയുടെ അധ്യക്ഷൻ IFPHനെ ആരംഭം മുതൽ നയിക്കുന്ന IFPHന്റെ പ്രസിഡന്റ്, വളരെ വിജയകരമായി ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ഇസ്മയിൽ സൈദ് സാറിന് IFPH കുടുംബാംഗങ്ങളുടെ പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഹോമിയോപ്പതിയുടെ പിതാവ് ഡോക്ടർ ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹനുമാൻ ജന്മദിനമായ ഇന്ന് ഡോക്ടർ സാമുവൽ ഹനുമാന് അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ജീവചരിത്രത്തെക്കുറിച്ചും ഹോമിയോപ്പതിയുടെ ചരിത്രത്തെക്കുറിച്ചും വിവരിക്കുകയും ഡോക്ടർ സാമുവൽ ഹനുമാനെ ശാസ്ത്രജ്ഞനായി വിശേഷിപ്പിക്കുകയും ധാരാളം പുസ്തകങ്ങളും പ്രബന്ധങ്ങളും എഴുതിയിട്ടുള്ളതായും വളരെയധികം എതിർപ്പുകളെയും കഷ്ടതകളെയും അതിജീവിച്ച ഒരു വ്യക്തിത്വമായി വിശേഷിപ്പിക്കുകയും ചെയ്ത അവാർഡ് ജേതാവായ അധ്യാപകനും എഴുത്തുകാരനും ഹോമിയോപ്പതി സ്നേഹിയും കൂടിയായ ശ്രീ ദാസ് പലേരി സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച IFPH മോഡറേറ്ററും ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും കൂടിയായ ഷൈല ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ലോക ഹോമിയോപ്പതി ദിനത്തോടനുബന്ധിച്ച് ഓഫ്ലൈനായി പേരൂക്കട ലോ അക്കാഡമി ലോ കോളേജിലും ഓൺലൈനായി പ്രതിദിന സൂം വെബിനാറിനായി പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുകയും കേരള കൗമുദി ദിനപത്രത്തിൽ ഒരു പേജിൽ അന്താരാഷ്ട്ര ഹോമിയോപ്പതി ദിന സപ്ലിമെന്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻകൈയും എടുക്കുകയും ചെയ്ത ഇന്നത്തെ ഈ പരിപാടിയുടെ മോഡറേറ്ററും ഹോമിയോപ്പതി വകുപ്പ് ചീഫ് മെഡിക്കൽ ഓഫീസറും കൂടിയായ GS മനോജ് ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിലെ സിനിമാ നടൻ മധു സാറിൻ്റെ
ഒരു വീഡിയോ അവതരിപ്പിക്കുകയും അതിന് മുൻകൈ എടുക്കുകയും മധുസാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ആ വീഡിയോ തയ്യാറാക്കുന്നതിന് സഹായിച്ച ബിന്ദു ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. നമ്മോടൊപ്പം ആരംഭം മുതൽ ഒരുമിച്ച് നിൽക്കുന്ന അബ്ദുൽ സലാം സാറിനും, രോഗത്തെയല്ല രോഗിയാണ് ഹോമിയോപ്പതി ചികിത്സ എന്ന സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ മനോഹരൻ സാറിനും, ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ധനേഷ് ഡോക്ടർക്കും, ലോക അക്കാദമിയിൽ നടത്തപ്പെട്ട ലോക ഹോമിയോപ്പതി ദിനാഘോഷത്തെക്കുറിച്ച് വിവരിച്ച ഭദ്രൻ ഡോക്ടർക്കും, 3607 വീഡിയോ സ്വന്തം കയ്യൊപ്പോടെ അപ്ലോഡ് ചെയ്ത ഹ്യൂബർട്ട് ഡോക്ടർക്കും 1000 നന്ദി അറിയിക്കുന്നു. IFBH ഇടതടവില്ലാതെ നടത്തിവരുന്ന 2048 പ്രതിദിന സൂം വെബിനാറായ ഇന്ന് നടത്തപ്പെട്ട ലോക ഹോമിയോപ്പതി ദിന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ IFBH ഭാരവാഹികൾക്കും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, ഡോക്ടർമാർക്കും, വിദ്യാർത്ഥികൾക്കും 1000 നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഡോക്ടർ സാമുവൽ ഹനുമാനിലൂടെ വളരെയധികം പ്രതികൂലങ്ങളെ അതിജീവിച്ച് ഹോമിയോപ്പതി എന്ന ചികിത്സാ ശാസ്ത്രത്തെ ലോക മാനവരാശിക്ക് നൽകിയ ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാരായണഗുരു പറഞ്ഞ പോലെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാകുന്നത് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ, അത് തന്നെ പറയണം. എന്തായാലും ഈ പരിപാടിയുടെ അവസാനിപ്പിക്കുന്ന സമയമാകുന്നു. നാളെ രാത്രി ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ശിവരാത്രി. നന്ദി, നമസ്കാരം.